മക്കളെ, എല്ലാവർക്കും സജീസ് മലയാളം യൂട്യൂബ് ചാനലിലേക്ക് ഹാർദമായ സ്വാഗതം. കാത്തിരുന്ന പരീക്ഷകളുടെയൊക്കെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു. LSGS, LP, UP, LDC പരീക്ഷകൾ, ഇനിയിപ്പോൾ ഇതാ യൂണിഫോം പോസ്റ്റുകൾ അല്ലെ, സബ് ഇൻസ്പെക്ടർ ഉൾപ്പെടെയുള്ള പരീക്ഷകൾ വിളിക്കാൻ പോവുകയാണ്. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് നല്ലൊരു പ്രാക്ടീസിന്റെ ആവശ്യം ഉണ്ട്. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് LDC ടൈം ടേബിൾ ആണ്. അതായത് 25 ലക്ഷത്തോളം ഉദ്യോഗാർത്ഥികൾ മാറ്റുരയ്ക്കുന്ന ഒരു പരീക്ഷയാണല്ലേ. അപ്പൊ പലരും നമ്മളെ ഡീമോട്ടിവേറ്റ് ചെയ്യാൻ കാണും. അതായത് പഠിച്ചിട്ടൊന്നും കാര്യമില്ല, ഈ ലക്ഷക്കണക്കിന് ആൾക്കാർ എഴുതുന്ന പരീക്ഷയിൽ നീ എങ്ങനെ ക്രാക്ക് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് പിന്നാക്കം നമ്മളെ അടിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. അതിപ്പോ സമൂഹത്തിന്റെ ചിന്താഗതികളെ മാറ്റാനോ പറയുന്നവരുടെ വാക്കുകൾക്ക് പുറകെ പോകാനോ ഒന്നും നമുക്ക് സമയമില്ല. ആചാര്യന്മാർ, ഗുരുക്കന്മാർ ഒക്കെ പറഞ്ഞു തന്നിട്ടുള്ള മോട്ടിവേഷൻ തന്നെയാണ് നമുക്ക് അതിനൊക്കെയുള്ള ഒരു മോട്ടിവേഷൻ എന്ന് പറയുന്നത്. അപ്പോ KC കേശവപിള്ളയുടെ പ്രശസ്തമായ വരികളുണ്ട്. ഇതൊരു SCERT ഫാക്ട് കൂടിയാണ്. പരിശ്രമം ചെയ്യുകിലെന്തിനേയും വശത്തിലാക്കാൻ കഴിവുള്ള വണ്ണം ദീർഘങ്ങളാം കൈകളെ നൽകിയത്രേ മനുഷ്യരെ പാരിലയച്ചതീശൻ. അപ്പോ KC കേശവപിള്ളയുടെ സുഭാഷിത രത്നാകരം എന്ന ബൃഹത് ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുള്ള സവിശേഷ ഗ്രന്ഥമാണത് സുഭാഷിത രത്നാകരം. വളരെ മോട്ടിവേഷൻ തരുന്നതാണ് ഓരോ വരികളും. അപ്പൊ പരിശ്രമിക്കുകയിൽ നേടാൻ കഴിയാത്തതായി ഭൂമിയിൽ ഒന്നുമില്ല. ഒരുപാട് പ്രതിബന്ധങ്ങൾ ഉണ്ടാവും, പക്ഷെ പ്രതിബന്ധങ്ങളെയൊക്കെ തരണം ചെയ്ത് ആ പറുദീസയിലേക്ക് നമ്മൾ എത്തുക തന്നെ വേണം അല്ലേ. ഇനി നമ്മൾ ഇവിടെ ഞാൻ എൻ്റെതായിട്ടുള്ള 2 വരികൾ കൂടി കോട്ടഡ് ലൈൻസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഭയന്ന് മാറി നിൽക്കുന്നവരുടെ കൂടെ ചേരാൻ എളുപ്പമാണ്. ഒരു നിമിഷത്തെ തീരുമാനം മതി, ഞാൻ LDC പഠിക്കുന്നില്ല, എനിക്ക് വയ്യ ഇത്രയും പേരുടെ കൂടെ മത്സരിക്കാൻ. പക്ഷേ ഈ ഒഴുക്കിനൊപ്പം നീന്തി പോകുന്നതിൽ ജീവിതത്തിൽ എന്ത് ത്രില്ലാണുള്ളത്? ഒരു ത്രില്ലും ഇല്ല അല്ലേ. അതായത് ശക്തി ആർജിക്കുവാൻ, ഒഴുക്കിനെതിരെ നീന്താൻ ഒക്കെ ഒരേ ഒരു ചിന്ത മതി. നഷ്ടപ്പെടാൻ നമുക്കൊന്നുമില്ല. പലതും നഷ്ടപ്പെട്ടവരായിരിക്കും നമ്മുടെ പരീക്ഷയ്ക്കായി പ്രിപ്പയർ ചെയ്യുന്നവർ അല്ലെ. ജീവിതത്തിൽ ഏറ്റവും മൂല്യം എന്ന് കരുതിയ പലതും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവാം. ഒരുപാട് ദുഃഖം അലട്ടുന്നവരുണ്ടാവാം. ഇതൊക്കെ തന്നെയാണ് മക്കളെ ജീവിതം എന്ന് പറയുന്നത്. ജീവിതത്തില് റോസാപ്പൂ മെത്തയൊന്നും അല്ല ജീവിതം, കല്ലും മുള്ളും നിറഞ്ഞതാണ്. പക്ഷേ നേടാനുള്ളത് ഒരു ജീവിതമാണ്. അത് ഞാൻ തന്നെ നേടിയേ പറ്റൂ. ആരും ഇങ്ങനെ വർണ്ണക്കടലാസിൽ പൊതിഞ്ഞുകൊണ്ട് തരില്ല. അവരൊറ്റ ചിന്ത മതി നമുക്ക് രക്ഷപ്പെടാൻ അല്ലെ. പക്ഷെ നോക്കൂ, നമുക്കറിയാം എല്ലാം ഉപേക്ഷിച്ച് LDCക്കായിട്ട് ഇനിയുള്ള 6 മാസക്കാലം ഇരുന്ന് പഠിക്കാനൊന്നും ഞാൻ പറയില്ല. കാരണം നിങ്ങൾ പോയി കഷ്ടപ്പെട്ടാലേ നിങ്ങളുടെ വീട് നടന്നു പോകൂ എന്ന അവസ്ഥയിൽ നിന്നുകൊണ്ട് പഠിക്കുന്ന മക്കളുണ്ട്. 2ഉം 3ഉം കുഞ്ഞു മക്കളെയൊക്കെ വെച്ചിട്ട് പഠിക്കുന്ന മക്കളുണ്ട്. വീട്ടിൽ ഇൻലോസ്, അമ്മായി അമ്മ, അമ്മായി അച്ഛൻ, ഭർത്താവ്, ഇവരുടെ കാര്യങ്ങൾ നോക്കി കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഗൃഹസ്ഥകളുണ്ട്, അല്ലെങ്കിൽ ഗൃഹിണികളുണ്ട്. തീർച്ചയായിട്ടും അവരെയൊക്കെ നമ്മൾ ആദരിക്കണം, തൊഴണം അല്ലേ. കാര്യം അത്രത്തോളം സ്ട്രഗിൾ ചെയ്ത് പഠിക്കണവരാണ്. ഓരോ ദിവസവും ഇറങ്ങിപ്പോയി ജോലി ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുവന്ന് കുടുംബം പുലർത്തുന്നവരുണ്ട് നമ്മുടെ LDC പഠിക്കുന്നവർ. അങ്ങനെയുള്ളവരോട് എനിക്ക് 6 മാസം നിങ്ങൾ എല്ലാം മാറ്റി വെച്ചിരുന്ന് പഠിക്കൂ എന്ന് പറയാനാവില്ല. പിന്നെ ചെയ്യാൻ പറ്റുന്നത് ഒരുപാട് കാര്യങ്ങൾ മാറ്റിവെച്ച് പഠിക്കാൻ പറയും അല്ലെ. അതേ പറ്റൂ. നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റിവെക്കുക, എന്റർടൈൻമെന്റ്സ് കുറയ്ക്കുക, ഉറക്കത്തിന്റെ ദൈർഘ്യം കുറയ്ക്കുക, യാത്രകളുടെ ദൈർഘ്യം കുറയ്ക്കുക. 6 മാസം ഏറ്റവും പ്രഷ്യസ് ആണ് അല്ലെ. 180 ദിവസങ്ങൾ, 6 3 18, 180 ദിവസങ്ങൾ ജീവിതത്തിന്റെ ഒരു പുതിയ വിധി നിർണയത്തിന്റെ ദിവസങ്ങൾ കൂടിയാണെന്ന് നിശ്ചയിച്ചുകൊണ്ട് നമ്മൾ തന്നെ കഷ്ടപ്പെടണം. നേരത്തെ പറഞ്ഞ പോലെ വീട്ടമ്മമാരാണെങ്കിൽ ഒന്ന് വെളുപ്പിനെണീറ്റ് അത്യാവശ്യം ജോലികളൊക്കെ തീർത്തു വെച്ച് നമ്മുടെ പഠനത്തിലേക്ക് പോകുക. നമുക്കറിയാം അടുക്കളയിൽ കയറി കഴിഞ്ഞാൽ ഒരു ദിവസമാണ് അടുക്കളയിൽ നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും ഒരു 10 മിനിറ്റ് നേരം കഴിക്കാനാണ് നമ്മൾ ഒരു 5-6 മണിക്കൂർ അടുക്കളയിൽ കഷ്ടപ്പെടുന്നത്. അതിൻ്റെയൊക്കെ ഒന്നളവ് കുറച്ച് നമ്മൾ നേടുന്ന ഓരോ വിജയവും നമ്മളെ കുടുംബത്തിനു കൂടിയാണ്. അത് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി മാക്സിമം സമയം പഠനത്തിലേക്ക് മാറ്റിവെക്കുക. പക്ഷെ
കുഞ്ഞുമക്കളാണ്, അവർക്ക് അർഹമായ നിങ്ങളുടെ പരിഗണന നഷ്ടപ്പെടുത്തരുത്. അതും ജീവിതത്തിന്റെ ഭാഗമാണ്. അവരെ കൂടി പരിഗണിച്ച് അവരെ കൂടി അടുത്തിരുത്തി ഒരു പഠനത്തിലേക്ക് കൊണ്ടുപോകുക. നേരത്തെ പറഞ്ഞ മക്കളുണ്ട്, കഷ്ടപ്പെട കാറ്ററിംഗിന്റെ വർക്കിന് പോകുന്നവരുണ്ട്, പെയിന്റിംഗ് പണിക്ക് പോകുന്നവരുണ്ട്, ടെമ്പററി ആയിട്ട് ഓരോ കമ്പനികളിൽ വർക്ക് ചെയ്യുന്ന മക്കളുണ്ട്, പഠിക്കുന്ന മക്കളുണ്ട്. ഇവർക്കൊക്കെ അവരുടെ ജീവിതം മാറ്റി വെച്ചിട്ട് വരാനൊന്നും പറയാൻ നമുക്ക് ആവില്ല. അത്ര കണ്ട് പ്രതിസന്ധികളിലൂടെ കടന്നു വരുന്ന കുട്ടികളാണ് പലരും. അപ്പൊ അവര് അതിൻ്റെ ഇടയ്ക്ക് സമയക്രമം പാലിക്കണം. തീർച്ചയായിട്ടും പൂർണ്ണമായ സഹായത്തോടു കൂടി ഞാൻ ഒപ്പമുണ്ട്. അങ്ങനെ 15 വയസ്സിൽ ഞാനും ഇതുപോലെ എന്താ പറയാ പാർട്ട് ടൈം ജോബ് ചെയ്ത് പഠിച്ച ആളാണ്. അപ്പൊ അതുകൊണ്ട് എന്താ പറയാ, നമുക്ക് ജീവിതത്തിന്റെ കഷ്ടപ്പാടൊന്നും ആരും പറഞ്ഞു തരേണ്ട ആവശ്യം വരില്ല. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് വേണ്ടത് ഒരു ബോൾഡ്നെസ് ആണ്, പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള മെന്റൽ പവർ ആണ്. അപ്പൊ തീർച്ചയായിട്ടും അതിനൊരു ടൈം ടേബിൾ വെച്ചുകൊണ്ടുള്ള ഒരു പഠനം ഏറ്റവും ആവശ്യമായിട്ട് വരും. അതെങ്ങനെ നമുക്ക് ടൈം ടേബിൾ സെറ്റ് ചെയ്യാം? നമുക്ക് LDC ആണ് ഇന്ന് നമ്മൾ പറയുന്നത്. LP-UP അടുത്ത ദിവസം തന്നെ LP-UPയുടെ ടൈം ടേബിളും നിങ്ങൾക്ക് ലഭ്യമാകും. ഇപ്പൊ നമുക്ക് LDCയിലേക്ക് വരാം. റീജിയണൽ ലാംഗ്വേജ്, പ്രാദേശിക ഭാഷ, 10 മാർക്കിനാണ് പ്രാദേശിക ഭാഷയുള്ളത്. ഇതില് കാലാകാലങ്ങളായി നമ്മൾ പരിചയപ്പെട്ട സിലബസ് തന്നെയാണ്. PSC അത്രയും ഒരു ഉപകാരം നമ്മളോട് കാണിച്ചിട്ടുണ്ട്. അതായത് പുതിയ കാര്യങ്ങളൊന്നും കൊണ്ടുവന്ന് മക്കളെ ആരെയും ബുദ്ധിമുട്ടിച്ചിട്ടില്ല. 13 ഫാക്ട്സ് ആണ് അന്ന് മുതൽ ഇന്ന് വരെയും ചോദിക്കുന്നത്. പദശുദ്ധി, വാക്യശുദ്ധി, പരിഭാഷ, ഒറ്റപ്പദം, പര്യായം, വിപരീതം, ശൈലികൾ, പഴഞ്ചൊല്ലുകൾ, സമാനപദം, ചേർത്തെഴുതുക, പിരിച്ചെഴുതുക. അത് നമുക്ക് ഒന്നിച്ച് സന്ധി എന്ന് പറയുന്ന ഒരു കണ്ടന്റ് ആണ് അല്ലെ. ഇനിയുള്ളത് എന്താ? സ്ത്രീലിംഗം പുല്ലിംഗമാണ്, അതായത് എതിർലിംഗം എന്ന് പറയുന്ന കൺസെപ്റ്റ് ആണ്. പിന്നെയുള്ളത് എന്താണ്? വചനം. വെരി സിമ്പിൾ, വെറും 10 മിനിറ്റ് കൊണ്ട് പഠിച്ചെടുക്കാവുന്നതാണ് വചനമൊക്കെ. ഘടകപദം, വാക്യം ചേർത്തെഴുതാനായിട്ട് ഈ പക്ഷേ, എങ്കിലും എന്നൊക്കെ തുടങ്ങുന്നത്. പക്ഷേ ഈ ഘടകപദം എന്ന കൺസെപ്റ്റ് സമാസം കൂടി, അതായത് ഒന്ന് വിഗ്രഹിക്കുന്ന രൂപത്തിൽ കൂടി ചോദിക്കും. ഇതിനകത്ത് അത് പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ പലരും ഇപ്പൊ ഘടകപദം, അതായത് വാക്യം ചേർത്തെഴുതുക എന്ന് പറയുമ്പോൾ പക്ഷേ എന്താണ്? മാവ് പൂത്തു എങ്കിലും കുയിൽ വന്നില്ല, ഞാൻ വിളിച്ചു പക്ഷേ അവൾ നിന്നില്ല, ഇങ്ങനെയൊക്കെയുള്ള ചേർത്തെഴുത്തും ഉണ്ടാകാം. അതോടൊപ്പം വിഗ്രഹിക്കൽ അല്ലെ. ഇപ്പൊ മയൂരവാഹനൻ എന്ന് പറയുമ്പോൾ മയൂരം വാഹനമായിട്ടുള്ളവൻ ആരോ അവൻ. അപ്പൊ ആ അർത്ഥത്തിൽ ഒരു വിഗ്രഹിക്കൽ കൂടി ഘടകപദത്തിൽ നമ്മൾ പ്രതീക്ഷിക്കണം. ഓക്കെ അല്ലെ? ഇനിയുള്ളത് ഇതിനെ, അതായത് ഈ 13 കൺസെപ്റ്റുകളെ 3 മാസം കൊണ്ട് നമ്മൾ സെറ്റാക്കാൻ പോവാണ്. 3 മാസം എന്ന് പറയുമ്പോൾ നമ്മുടെ മുന്നിലുള്ളത് ജനുവരി, ഫെബ്രുവരി, മാർച്ച്. അപ്പോ എത്ര മാസം കൊണ്ട് മലയാളം സെറ്റാക്കാം എന്നുള്ളതാണ്. 3 മാസം കൊണ്ട് മലയാളം സെറ്റാക്കാം. പരീക്ഷ നമുക്കറിയാം ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയുള്ള പല പല ഫേസസ് ആയിട്ടായിരിക്കും LDCയുടെ എക്സാം നടക്കാൻ പോകുന്നത്. പക്ഷെ നമുക്ക് ജനുവരി, ഫെബ്രുവരി, മാർച്ച് എന്നീ 3 മാസങ്ങൾ കൊണ്ട് ഈ 13 ടോപ്പിക്കുകളും ഹൃദിസ്ഥമാക്കാൻ പറ്റും, ഉറപ്പാണ്. അപ്പോ അതെങ്ങനെ? പദശുദ്ധി, വാക്യശുദ്ധി, പരിഭാഷ, ഒറ്റപ്പദം, പര്യായം, വിപരീതം, ശൈലി, പഴഞ്ചൊല്ല്, സമാനപദം, ചേർത്തെഴുത്തല്, പിരിച്ചെഴുത്തല്, പിന്നെന്താ? എതിർലിംഗം, വാചനം, ഘടകപദം. ഇതൊക്കെ എങ്ങനെ നമുക്ക് സ്വായത്തമാക്കാം? ഞാൻ ജനുവരി എന്ന് പറയുന്ന ഒരു മന്തിന്റെ ടൈം ടേബിൾ ആണ് ഇവിടെ ഇപ്പോൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ജനുവരിയിലേക്ക് നമുക്ക് പോകാം. ഈ ജനുവരിയിൽ കാണാമല്ലോ, വിസിബിൾ അല്ലേ? ഓക്കെ. ഈ ജനുവരിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 3 ആഴ്ച നമ്മൾ എടുക്കുന്നുള്ളൂ. കാരണം ജനുവരി ഇന്ന് തീയതി 2 ഞാൻ ഈ ആഴ്ച സ്കിപ്പ് ചെയ്യാണ്. പഠനത്തിന്റെ അത്യാവശ്യ റാങ്ക് ഫയൽസ് ഉള്ളവർക്ക് അത് ഫോളോ ചെയ്യാം. സൈലം PSCയുടെ യൂട്യൂബ് ചാനലുകളിൽ എൻ്റെ മലയാളം ക്ലാസ് ഉണ്ട്. സൈലം PSCയുടെ ഫ്രീ ക്ലാസ്സസ് ആപ്പിനകത്ത് നേരത്തെ ചെയ്തിട്ടത് ലൈബ്രറിയിൽ കിടപ്പുണ്ട്. ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് മെറ്റീരിയൽ സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ആഴ്ച സ്കിപ്പ് ചെയ്തത്. അങ്ങനെ ഞാൻ ജനുവരിയിലാകെ 3 ആഴ്ച എടുക്കുന്നുള്ളൂ. 3 ആഴ്ചകളിലായി 18 ദിവസം. ഓക്കെ അല്ലേ? 3 ആഴ്ചകളില് 18 ദിവസം. അങ്ങനെ നിങ്ങൾ ചോദിക്കും 3 ആഴ്ച 21 ദിവസം അല്ലേ? ഞായറാഴ്ച എന്റർടൈൻമെന്റിനായിട്ട് എടുത്തോളൂ. അത്യാവശ്യം എന്റർടൈൻമെന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പോകണം, അത്യാവശ്യ സാധനങ്ങൾ വാങ്ങണം, ഒരു ബന്ധുവിന്റെ ഒഴിവാക്കാൻ പറ്റാത്ത ചടങ്ങുകളൊക്കെ ആണെങ്കിൽ പോകണം. സോ ഞായറാഴ്ച നമ്മൾ ഒഴിവാക്കുന്നു. മലയാള പഠനത്തിലും മറ്റുള്ള പഠനങ്ങളോടൊപ്പം തന്നെ മലയാളവും പഠിക്കാനായിട്ട് ആഴ്ചയിൽ 6 ദിവസം മാറ്റിവെക്കാം.
3 ആഴ്ചകളിലായിട്ട് 18 ദിവസം നമുക്ക് അവൈലബിൾ ആണ്. പാദശുദ്ധിക്ക് 3 ദിവസം കൊടുക്കാം. ഓക്കെ, അതുപോലെ വാക്യശുദ്ധിക്ക് 3 ദിവസം, പരിഭാഷയ്ക്ക് 3 ദിവസം, ഒറ്റപ്പദത്തിന് 3 ദിവസം, പര്യായത്തിന് 3 ദിവസം. മാക്സിമം സജീസ് മലയാളം ടെലഗ്രാം ചാനലിലൂടെ PDF-ഉം സജീസ് മലയാളം യൂട്യൂബ് ചാനലിലൂടെ ഈ LDC പരീക്ഷ കഴിയുന്നവരെ മാക്സിമം വീഡിയോസ് ഞാൻ തരും. ഓക്കെ, പല ഘട്ടങ്ങളിലും പല പ്രോമിസും തന്നുവെങ്കിലും പാലിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഇതങ്ങനെയല്ല, ഒരു വിധി നിർണയം എൻ്റെയും കൂടി ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ ആയിട്ട് എടുത്തുകൊണ്ട് എൻ്റെ മക്കൾ തന്നെ അതെന്താ LDCക്ക് ക്രാക്ക് ചെയ്യണമെന്നും ആദ്യ റാങ്കുകളിൽ ഉൾപ്പെടണമെന്നും എന്നുള്ളൊരു അതിമോഹം എന്നൊക്കെ തന്നെ പറയാം. തീർച്ചയായിട്ടും ഈ ഒരു പ്ലാനിലൂടെ നമുക്ക് മലയാളത്തിലെ 10 മാർക്കും സ്കോർ ചെയ്യാൻ പറ്റും. ഒരു മത്സര പരീക്ഷയിൽ 10 മാർക്ക് ഈസ് വെരി ഇമ്പോർട്ടൻ്റ് അല്ലെ, 10 മാർക്ക്. അങ്ങനെ 3 ആഴ്ചകളിലായി 18 ദിവസം, ഓരോ ടോപ്പിക്കിന് 3 ദിവസം മാറ്റി വെച്ചാൽ 3 ദിവസങ്ങൾ ഇൻറ്റു 5 ടോപ്പിക്ക്, അങ്ങനെ 15 ദിവസം കൊണ്ട് പദശുദ്ധിയും വാക്യശുദ്ധിയും പരിഭാഷയും ഒറ്റപ്പദവും പര്യായവും ക്ലിയർ ചെയ്യാം. 5 ടോപ്പിക്കുകൾ 3 ദിവസം, 5 ടോപ്പിക്കുകൾ 3 ദിവസം കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ക്ലിയർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോ അങ്ങനെ ടോട്ടൽ 15 ദിവസം, ടോട്ടൽ 15 ദിവസമാണുള്ളത്. ഈ 15 ദിവസം, ടോട്ടൽ 15 ദിവസം എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. ടോട്ടൽ 15 ദിവസത്തില് നമ്മൾ 3 ദിവസം ഓരോ ടോപ്പിക് വീതം പഠിച്ച് 5 ടോപ്പിക്കും കവർ ചെയ്യുന്നു. ആ മാസത്തിൽ 18 ദിവസത്തിൽ പിന്നെ 3 ദിവസമാണ് മിച്ചമുള്ളത്. ഈ 3 ദിവസം കൊണ്ട് പദശുദ്ധി, വാക്യശുദ്ധി, പരിഭാഷ, ഒറ്റപ്പദവും പര്യായവും പഠിച്ചു വെച്ച കണ്ടു ഒന്നുകൂടി പഠിച്ചെടുക്കുക. ഓക്കെ, അങ്ങനെ ജനുവരി കഴിഞ്ഞു. ഫെബ്രുവരിയിലേക്ക് വരുമ്പോൾ 3 ടോപ്പിക്കുകളാണ് ഞാൻ കാറ്റഗറൈസ് ഇട്ടിരിക്കുന്നത്. വിപരീത പദം കുറച്ച് ഏറെ കളക്ട് ചെയ്യാനുണ്ട്. അപ്പോൾ വിപരീത പദം എടുത്തു. അത് 4 വീക്ക് നമുക്ക് അവൈലബിൾ ആണ്. 24 ദിവസമുണ്ട്. 3 ദിവസം വെച്ച് 3 ടോപ്പിക് എടുക്കുമ്പോൾ 9 ദിവസമായി. 9 ദിവസം കൊണ്ട് വിപരീതവും ശൈലി പഴഞ്ചൊല്ലും സമാന പദവും തീർക്കാനായിട്ട് സാധിക്കും. ഇനി 3 ദിവസം അതിന്റെ റിവിഷൻ കൂടി എടുത്തോളൂ. ഓരോ ദിവസം ഓരോ ടോപ്പിക്ക്, അങ്ങനെ 12 ദിവസം നമ്മൾ കഴിഞ്ഞു. ബാക്കി ആ മാസത്തില് 12 ദിവസം മിച്ചമുണ്ട്. ഇവിടെയുള്ള 5 ടോപ്പിക്കും ഇവിടെയുള്ള 3 ടോപ്പിക്കും നന്നായി റിവിഷൻ ചെയ്യാനായിട്ട് ഈ 12 ദിവസം മതിയാവും. ഇനി നമ്മൾ നേരെ പോകുന്നത് എവിടെയാണ്, അടുത്ത മാർച്ചിലേക്കാണ്. അന്ന് 4 വീക്ക് മാർച്ചിനുണ്ട്. ഈ മാർച്ചില് 24 ദിവസം കിട്ടും. അതിനകത്ത് 5 ടോപ്പിക്കുകളാണുള്ളത്. 3 ദിവസം വെച്ച് 5 ടോപ്പിക്കിന് 15 ദിവസം. അതിന് 5 ദിവസം വീണ്ടും റിവിഷൻ എടുത്താലും അങ്ങനെ 15 5 20 ദിവസം. ബാക്കി 4 ദിവസം മിച്ചമുണ്ട്. ഈ 4 ദിവസം മാർച്ചില് 13 ടോപ്പിക്കും ഒന്നുകൂടി റിവൈസ് ചെയ്യുന്നു. പിന്നെ നേരെ നമ്മൾ സ്റ്റഡി മന്തായിട്ട് ഈ ജനുവരി ഫെബ്രുവരി മാർച്ച് നമ്മൾ സ്റ്റഡി മന്തായിട്ടല്ലേ എടുത്തത്. ബാക്കി ഏപ്രിലും മെയ്യും ജൂണും സജീസ് മലയാളം ടെലഗ്രാം ചാനലിലും സജീസ് മലയാളം യൂട്യൂബ് ചാനലിലും പ്രീവിയസ് ക്വസ്റ്റ്യൻ വെച്ചിട്ടും അതുപോലെ തന്നെ അല്ലാതെ ഞാൻ പ്രിപ്പയർ ചെയ്യുന്ന ക്വസ്റ്റ്യൻ വെച്ചിട്ടും വളരെ വ്യക്തമായിട്ടുള്ളൊരു റിവിഷൻ മെത്തേഡാണ് ഉദ്ദേശിക്കുന്നത്. ഏപ്രിൽ, മെയ്, ജൂൺ. ഓക്കെ, ഇനി സൈലം PSCയുടെ തന്നെ PSCയിൽ ഉള്ളവർക്ക് സബ്സ്ക്രൈബേഴ്സിന് ക്ലാസ്സുകൾ ആ സൈലം PSCക്കകത്ത് LDCയുടെ ക്ലാസ്സുകൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് അവൈലബിൾ ആണ്. പക്ഷെ അതിനകത്ത് ഇല്ലാത്ത കുട്ടികളെ ഒന്ന് ഹെൽപ്പ് ചെയ്യാനാണ് നമ്മൾ ടെലഗ്രാം ചാനലിലൂടെയും ഒക്കെയും സഹായിക്കുന്നത്. തീർച്ചയായിട്ടും വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് സജീസ് മലയാളം വീഡിയോസ് കാണുക. 6 മാസം കൊണ്ട് എങ്ങനെ പഠിച്ചു തീർക്കുമെന്ന് അങ്കലാപ്പിലേക്ക് എത്തുന്ന കുട്ടികളുടെ അല്ലെങ്കിൽ അങ്ങനെയുള്ള മക്കൾക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. ഈ വീഡിയോയുടെ അടിയിൽ നിങ്ങൾക്ക് കമന്റ്സുകൾ എന്ത് വേണമെങ്കിലും ഇവിടെ എഴുതാം. സജീസ് മലയാളം ടെലഗ്രാം ചാനലിലും വരാവുന്നതാണ്. ഓക്കെ അല്ലേ? അപ്പോ ഇത് സെറ്റ് ആയല്ലോ അല്ലെ? ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങൾ ചാനലിലൂടെയോ അല്ലെങ്കിൽ ഈ വീഡിയോയുടെ അടിയിലോ കൊടുത്താൽ മതി. ഓക്കെ, ബൈ, താങ്ക് യു.